ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള തോരനാണ്. വാഴക്കൂമ്പും ചെറുപയറും കൂടി ഇട്ടിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറിയൊരു കപ്പ് പയർ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ജസ്റ്റ് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി പയറിനെക്കാട്ടിൽ കുറച്ചും കൂടി നികന്ന് നിൽക്കുന്ന വെള്ളം, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പം ഞാനിത് ഒരു 4 വിസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുവാണ്. ഇവിടെ ഞാൻ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിയുന്ന ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൂമ്പിൻ്റെ നടുക്ക് ഇച്ചിരി കട്ടിയുള്ള ഭാഗം കാണും, അത് എടുക്കരുത്. അപ്പോൾ സൈഡിൽ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുക. ആ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം കൈക്കും. ഇനി നമുക്കിതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 1 ടേബിൾ സ്പൂണ് ഉപ്പ് ഞാൻ ഇടുവാണ്. പിന്നെ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് പുരട്ടിയെടുക്കും. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിലെ കറ അങ്ങ് പൊക്കോളും. നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ അത് പൊക്കോളും. അപ്പോൾ ഇങ്ങനെ പുരട്ടി നമ്മൾ ഒന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ അതിലെ കറ കാണത്തില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്, ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുവാണ്. അപ്പം നല്ലതുപോലെ ചതഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇനിയും വേണ്ടത് 20 ചെറുപുള്ളി ഞാൻ ചെറുതായിട്ട് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 പറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഹാഫായിട്ടുള്ള ഉഴുന്നാണത്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നും കൂടെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പിന് പകരം അരിയാണെങ്കിലും കുഴപ്പമില്ല. 2 പച്ചമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്ത ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ ഒരുപാട് വഴറ്റുന്നില്ല, ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെയാണ് വഴറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ചതച്ചെടുത്ത തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം ഒന്നിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഉപ്പിട്ടാണ് ഇളക്കി മാറ്റി വെച്ചത്. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി അടച്ച് വെച്ച് വേവിക്കണം. ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ആവിയിൽ തന്നെ ഇരുന്നാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട ഇത് കുക്കാവാൻ. അപ്പോൾ ഇതിനകത്തിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഈ പയർ ഒരുപാട് വെന്ത് പോകരുത്, ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. അതുപോലെ വെള്ളം കൂടിപ്പോയാലും അത് ഒരു കുഴഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആവശ്യത്തിനുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
1 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെള്ളമെല്ലാം കളഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.